നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഇന്റർ മയാമി റിയാദ് സീസൺ കപ്പിൽ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ എല്ലാ ടീമുകളും കിക്ക് ഓഫിന് 1 മണിക്കൂർ മുമ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കും. മയാമി 1 മണിക്കൂറല്ല, 3/4 മണിക്കൂറല്ല, അരമണിക്കൂർ മാത്രം സമയമുള്ളപ്പോഴാണ് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അത് ആദ്യം പ്രഖ്യാപിച്ച ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മയാമി വീണ്ടും തങ്ങളുടെ ആ ഒരു സ്ക്വാഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇത്തവണ അവർ കളി ആരംഭിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മാത്രം ശേഷിക്കുകയാണ് അവരുടെ സ്ക്വാഡ് വീണ്ടും പ്രഖ്യാപിക്കുന്നത്. ആദ്യം ഇട്ട പോസ്റ്റ് അവരുടെ എക്സ് അക്കൗണ്ടിൽ നിന്നൊക്കെ അവർ ഡിലീറ്റ് ചെയ്തു. രണ്ടാമതിട്ടപ്പോൾ അതിൽ ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ പ്ലേയിങ് 11-ൽ മെസ്സി ഇല്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ ലിയോ മെസ്സി കൂടി വന്നിട്ടുണ്ട്. ഡോസ് സാൻഡോസ്, യെൻസന്, അതുപോലെ തന്നെ വോട്ടറൈറ്റ്, ഹാള്, പിന്നെ സൈലർ, എഡ്ലിൻ, ബ്രൈറ്റ്, സണ്ടർലാൻഡ്, ബോർഗലിൻ, ടൈലർ, ലിയോ മെസ്സി. ഇങ്ങനെയാണ് ഇപ്പോൾ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ ലിയോ മെസ്സി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെസ്സി വാമപ്പിനൊന്നും ടീമിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എന്തായാലും ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവർ ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ടെസ്റ്റോട് ടെസ്റ്റാണ്. എന്തായാലും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.